പവർ റൂം തങ്ങളുടെ നിയമങ്ങൾ അവിടെ അവതരിപ്പിക്കുകയാണ്. എന്തായാലും പുതിയൊരു നിയമം അവർ പാസ്സാക്കി. ഒരു ഗംഭീര നിയമമാണ് അവിടെ പവർ റൂം പാസ്സാക്കിയത്. ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ, അതിഗംഭീരമായ ഒരു നിയമം. എല്ലാവരും ഞെട്ടിത്തെരിച്ചു ആ നിയമം കേട്ടുകൊണ്ട്. എല്ലാവരും ഈശ്വര ഇതെങ്ങനെ ഞങ്ങൾ ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് ഭയങ്കര ടെൻഷനായി. പക്ഷേ ടെൻഷൻ ആവാതെ എഴുന്നേറ്റ് നിന്ന് അതെല്ലാം പൊളിച്ചു കൊടുത്ത ഒരാളുണ്ടായിരുന്നു, നമ്മുടെ ജിൻഡോ മച്ചാൻ. സംഭവം മറ്റൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. വെറുതെ എല്ലാവരുടെ പേരിനൊപ്പം സാർ മേഡം എന്ന് ചേർത്ത് വിളിക്കുക. അതായത് വീട്ടിലെ ജോലികൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സർ മേഡം, അല്ലാതെ പേര് വിളിക്കാതെ അല്ലെങ്കിൽ എടി പോട എന്നൊന്നും വിളിക്കാതെ അവിടെ പേരിന്റെ ഒപ്പം സർ മേഡം എന്ന് വിളിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് കാരണമായിട്ട് ശരണ്യ പറഞ്ഞതോ, ഇപ്പൊ നമ്മുടെ നാട്ടിലല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും സർ മേഡം എന്നാണ് അഭിസംബോധന ചെയ്യുക. അപ്പൊ അതുപോലെ നമുക്ക് അങ്ങ് ചെയ്താൽ പോരെ എന്ന് അവിടെ ശരണ്യ പറഞ്ഞു. ജിൻഡോ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പുറം രാജ്യങ്ങളിൽ ഒരു സ്ഥലത്തും സർ മേഡത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, എല്ലാവരും പേര് പരസ്പരം വിളിച്ചുകൊണ്ടാണ് ബഹുമാനം കൊടുക്കുന്നത്. അതിനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കുന്നതെന്ന് ജിൻഡോ എഴുന്നേറ്റ് പറഞ്ഞു. ചമ്മിപ്പോയ നിമിഷമായിരുന്നു അത്. പുറം രാജ്യങ്ങളിൽ സാറ് മേഡാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ശരണ്യ അത് പ്രാബല്യത്തിൽ വരുത്താൻ നോക്കിയത്. ജിൻഡോ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഒരു രാജ്യത്തും ഇപ്പൊ പുറം രാജ്യത്ത് അങ്ങനെ ഒരു കാര്യമില്ല, പേരിനാണ് ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കുന്നതെന്ന്. അതിനുശേഷം ഗബ്രി എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഇത് ഒട്ടും നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് എടാ ബോഡി വിളിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷ കൊടുക്കാം, അല്ലാതെ പേര് വിളിക്കുന്നതിനേക്കാളും ബഹുമാനമൊന്നുമില്ല ഈ സർ മേഡം വിളിക്കുന്നത്. ഈ വീട്ടിലുള്ളവർ ഈ 50 ദിവസം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഇതിൽ ചെയ്യുന്ന സമയത്താണോ നിങ്ങൾ ഈ സർ മേഡം വിളിക്കാൻ പറയുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ജിൻഡോ അവിടെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളൊരു ടാസ്ക് ആയിട്ട് ഇത് തന്നതാണെങ്കിൽ ഞാൻ മാക്സിമം ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ജിൻഡോ സംസാരിക്കുമ്പോഴൊക്കെ ശരണ്യയുടെ അടുത്ത് ശരണ്യ മേഡം എന്ന് ട്രോളിക്കൊണ്ട് വിളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് തവണ അവിടെ ജിൻഡോ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ തവണയും മേഡം എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ജിൻഡോ സംസാരിച്ചത്. ഒരു ട്രോളായിട്ടാണ് എനിക്കത് തോന്നിയത്.